ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു പാവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കയ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം വലിപ്പത്തിലുള്ള പാവയ്ക്കാണ്. ഇതാദ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലെ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ടത് ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കരുത്, കുറച്ച് കട്ടി ഉണ്ടാവണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഉപ്പിട്ട് വെക്കുന്നത് ഇതിലെ കയ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 30 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. അപ്പം ഞാനിതൊരു 30 മിനിറ്റിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ഉപ്പ് പുരട്ടി വെക്കുമ്പോൾ അതിലെ ജ്യൂസൊക്കെ ഒന്ന് താഴെ വന്ന് അടിയും. അപ്പോൾ ആ കയ്പുള്ള നീരെടുക്കരുത്, അതില്ലാതെ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്ക് ഈ എണ്ണയിലിട്ട് ഈ പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. തീരെ കനം കുറച്ച് പാവയ്ക്ക അരിഞ്ഞാൽ ശരിക്കും അങ്ങ് വെന്ത് പോകും. അപ്പോൾ കുറച്ച് കട്ടിയിൽ അരിയാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഇനി ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലെണ്ണയിലാണ്. ഈ എണ്ണ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതിന് പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പാവയ്ക്കയും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 or 5 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതിനൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 15 തൊട്ട് 20 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 10-20 സെക്കൻഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ ഇതിനൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ലോ ഹീറ്റിലേക്ക് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയൊന്നും കരിഞ്ഞു പോകാതെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കായപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. വിനാഗിരി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വിനാഗിരി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഒട്ടും നനവ് തട്ടാതെ വേറൊരു കുപ്പിയിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.